നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്രയുടെ ഓരോ ഭാഗങ്ങളും നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ പ്രചോദനമാണ് ഞങ്ങൾ അടുത്ത എപ്പിസോഡിനായി വ്യത്യസ്തരായ അതിഥിയെ തേടി യാത്ര ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ കിങ് കോബ്ര ഉൾപ്പെടെ, കാട്ടുപൂച്ച ഉൾപ്പെടെ, മരപ്പട്ടി ഉൾപ്പെടെ, മുള്ളംപന്നി ഉൾപ്പെടെ ഒരുപാട് വ്യത്യസ്തരായ അതിഥികളെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി. ഇനിയും നിങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തരായ അതിഥികളെ തേടിയാണ് ഞങ്ങളുടെ യാത്ര. എന്തായാലും ഇന്നത്തെ ഈ ദിവസം ഞങ്ങൾ പുതിയ അതിഥികളെ തേടി യാത്ര ആരംഭിക്കുന്നു. സ്നേക്ക് മാസ്റ്റർ ടീം. എന്തായാലും ഞങ്ങൾ അടുത്ത ഒരു കോൾ വന്നിട്ടുണ്ട്. ആ കോൾ ഏതാണ് അതിഥി എന്നറിയില്ല. എന്തായാലും ഒരു വ്യത്യസ്തനായിരിക്കട്ടെ. പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീം അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. എഞ്ചിനീയറിംഗ് കോളേജിന് പിന്നിൽ പുലിയർക്കോട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിനടുത്ത് ഒരു വീട്ടിലൊരു തേങ്ങാക്കൂട്ടിനകത്ത് അല്ലെങ്കിൽ ഒരു ഷെഡിനകത്ത് തേങ്ങ എടുക്കാൻ പോയപ്പോൾ തേങ്ങയ്ക്ക് ഇടയിൽ ആ തേങ്ങയുടെ ഇടയ്ക്ക് ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് അവർ വിളിക്കുകയുണ്ടായി. നമ്മൾ എന്തായാലും സമയം കളഞ്ഞില്ല, പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി. സ്നേക്ക് മാസ്റ്റർ ടീം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ സമയം കളഞ്ഞില്ല. ആ വീട്ടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. നമ്മൾ പോകുന്ന ഈ അതിഥി ഇരിക്കുന്ന വീടിൻ്റെ പിന്നിൽ അടുക്കളയുടെ ഭാഗത്താണ് ഈ റൂം. ആ റൂമിലേക്ക് പോയിട്ട് നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകരെ തേടിയിരിക്കുന്ന അതിഥി അതിനകത്തുണ്ടോ. ചേരയാണോ, മൂർഖനാണോ, രാജഗോപാലാണോ എന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. ശരി, നിൽക്കിട്ടോ, മാമൻ മാറിക്കും, പോയിട്ട് ഇരുന്നോളൂ. അതെ, ടോർച്ചിരുന്നോളൂ. എന്തായാലും ഇതാണ് ആ വിവാദ വിഷയമായ എന്താ പറയുക, നമ്മുടെ യക്ഷിക്കൂടാരം അല്ലെങ്കിൽ യക്ഷിക്കോട്ട. ഇതിനകത്താണ് നമ്മുടെ അതിഥിയെ കണ്ടുവന്ന് അദ്ദേഹം പറഞ്ഞത്. നമ്മളെന്തായാലും സമയം കളയുന്നില്ല, നമുക്ക് നോക്കാം ഇതിനകത്ത് നമ്മുടെ അതിഥി ഉണ്ടോ എന്ന്. എന്തായാലും നമ്മൾ അതിഥിയെ കണ്ടില്ല എങ്കിലും ഈ തേങ്ങയുടെ ഇടയിൽ ഇങ്ങനെ മാറ്റിയപ്പോൾ ഇങ്ങനെ ചീറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആളുണ്ട് എന്ന് ഉറപ്പായി. നമുക്ക് നോക്കാം. കുഞ്ഞൻ അതിഥി വല്ലതും ആയിരിക്കും. വലിയ അതിഥിയാണ്, ചീറ്റത്തില്ല. കുഞ്ഞന്മാർ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടിൽ കറക്റ്റ് ചെയ്താ ഇവിടെ നിന്ന് അങ്ങനെ ഇതാ പോകുന്നു. എന്തായാലും നമ്മുടെ യാത്ര പാഴായില്ല. അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിന് വയ്യായിക ഉണ്ടെങ്കിലും അദ്ദേഹം അവിടെ തന്നെ ഇത് പാമ്പിനെ കണ്ടോണ്ടേ അവിടെ തന്നെ നിന്നു. അദ്ദേഹം പറഞ്ഞ താഴെ തേങ്ങ എടുക്കാനായിട്ട് കയറിയപ്പോൾ താഴത്ത് ചുരുണ്ട് കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ മാമ ടാറ്റാന്നും പറഞ്ഞിട്ട് അവിടെ ഒരു സൈക്കിൾ ഇരുന്നു. ആ സൈക്കിളിൻ്റെ ടയർ വഴി ഗ്രില്ല് വഴി കയറി
മുകളിൽ സ്ലാബിൻ്റെ പുറത്ത് കുറച്ച് തേങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം അദ്ദേഹം മാറാതെ അദ്ദേഹം നോക്കിക്കൊണ്ട് തന്നെ നിന്നതുകൊണ്ടായിരിക്കാം നമുക്ക് ഇദ്ദേഹത്തിനെ കിട്ടിയില്ലെങ്കിൽ അത് ഒഴിഞ്ഞു കിടക്കുന്ന റൂമായതുകൊണ്ട് അദ്ദേഹം പെരുമാറാത്തതുകൊണ്ട് അതിനകത്ത് എലിയുടെയൊക്കെ മാളമുണ്ട്. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ കിട്ടത്തില്ല, മാളത്തിൽ കയറി കഴിഞ്ഞാൽ കിട്ടത്തില്ല. എന്തായാലും അദ്ദേഹം കണ്ണ് മാറ്റാതെ കറക്റ്റായിട്ട് അവിടെ തന്നെ നോക്കി നിന്നതുകൊണ്ടായിരിക്കാം നമുക്ക് അദ്ദേഹത്തിന് കറക്റ്റായിട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ടായത്. എന്തായാലും നമ്മൾ ഇദ്ദേഹം അധികം പ്രായക്കാരനൊന്നുമല്ല. ഇദ്ദേഹം വെറും 8 മാസം 8 മാസം മാത്രം പ്രായമുള്ള ഒരു മൂർഖൻ അഥവാ സർപ്പം എന്നറിയപ്പെടുന്ന അതിഥിയാണ്. കാരണം 8 മാസം എന്ന് പറയാൻ കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് ഇവയുടെ ഇണച്ചേരലെന്ന് എപ്പോഴും പറയാറുണ്ട്. എന്നാൽ ആ ഇണച്ചേരൽ കഴിഞ്ഞ് മുട്ടയിട്ട് കഴിഞ്ഞ മാർച്ചിലോ ഏപ്രിലിലോ മുട്ട വിരിഞ്ഞ അതിഥിയാണ്. ഈ മുട്ട വിരിഞ്ഞിട്ട് ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇദ്ദേഹത്തെ അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് വ്യത്യസ്തരായ വെള്ളമൂർഖൻ ഉൾപ്പെടെ സ്വർണ്ണമൂർഖൻ ഉൾപ്പെടെയുള്ള ഒരുപാട് അതിഥികൾ നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെട്ടതാണ്. എന്തായാലും ഇദ്ദേഹം ചെറിയ ഒരു അതിഥിയാണ്. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മുടെ പ്രേക്ഷകർ ചിലപ്പോൾ ഈ പാമ്പിനെ ചുംബിക്കുമ്പോൾ എന്നെ വഴക്ക് പറയാറുണ്ട്. കാരണം ഈ കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുന്നേ മഹാരാഷ്ട്രയിൽ ഒരു 12 വർഷമായി പാമ്പിനെ പിടിച്ചിരുന്ന ഒരാൾ പാമ്പിനെ ചുംബിക്കുന്നതിനിടയിൽ ചുണ്ടിലോ കഴുത്തിലോ കടിയേറ്റ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അത് കണ്ടിട്ട് എൻ്റെ ഫേസ്ബുക്കിലേക്ക് അല്ലെങ്കിൽ എൻ്റെ പേജിലേക്ക് എന്നെ സുരേഷ് ഏട്ടാ ഇനി പാമ്പിനെ ചുംബിക്കരുതെന്ന് പറഞ്ഞ് ഒരുപാട് പേര് SMS അയച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വമാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അപകടമൊന്നും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസമാണ്. എന്തായാലും ഫീമെയിൽ പെൺമൂർഖൻ 8 മാസത്തോളം മാത്രം പ്രായം വരുന്ന പെൺ അതിഥിയാണ് ഇദ്ദേഹത്തെ നമ്മൾ എന്തായാലും നമ്മളൊക്കെ ആരാധിക്കുന്ന അതിഥിയാണ് ഇദ്ദേഹം. എന്തായാലും ഇദ്ദേഹത്തെ നമ്മളെ പ്രേക്ഷകർ ഒരുപാട് കുഞ്ഞു മൂർഖന്മാരെ പരിചയപ്പെട്ടതാണ്. നമ്മൾ ഇദ്ദേഹത്തെ എന്തായാലും ബോട്ടിലാക്കുന്നു. ഇദ്ദേഹത്തിനെ ബോട്ടിലാക്കിയതിനു ശേഷം അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു വ്യത്യസ്തനായ അതിഥിയെ തേടി അടുത്ത കോളിലേക്ക് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ യാത്രയാവും. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ തന്നെയാണ്, കൂത്രപ്പള്ളിക്ക് അടുത്താണ്. ഇവിടെ ഒരതിഥി ഒരു വീടിൻ്റെ മുന്നിൽ കുറച്ച് കല്ല് കൂട്ടിയിട്ടിരിക്കുന്നു. അതിനകത്ത് വന്ന് കയറിയത് കണ്ടു എന്നാണ് ആ വീട്ടിൻ്റെ ഓണർ വിളിച്ച് പറഞ്ഞത്. എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി. നമ്മുടെ സമയങ്ങൾ എനിക്ക് തോന്നുന്നത് ഒരു ഗ്രാമ അന്തരീക്ഷമാണ്. അതുമാത്രം ഇവിടെ കാണുമ്പോൾ നമുക്കറിയാം എല്ലാം സാധാരണക്കാർ എന്നെ പോലെയുള്ള ആൾക്കാർ സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് പാമ്പിൻ്റെ സാന്നിധ്യമുണ്ട്. കാരണം വേക്കൻ്റായി കിടക്കുന്ന പറമ്പുകൾ ഒത്തിരിയുണ്ട്. പിന്നെ കോട്ടയം ജില്ലയിൽ പ്രത്യേകം ഒത്തിരി മലയുള്ളൊരു സ്ഥലമാണ്, പാറകളുള്ള സ്ഥലമാണ്, റബ്ബർ കൃഷിയുള്ള സ്ഥലമാണ്, മറ്റ് കുരുമുളക് ഉൾപ്പെടെയുള്ള എല്ലാ സാധാരണ വില കൂടിയ സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലം. അതായത് നമ്മുടെ കുരുമുളകായിരുന്നാലും അതുപോലെ തന്നെ ഇഞ്ചി ആയിരുന്നാലും അതുപോലെ നമുക്ക് മറ്റെല്ലാ നല്ല ഒരു കൃഷി മേഖലയാണ്. എന്തായാലും നമ്മൾ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് ഇനി നമ്മൾ സമയം കളയുന്ന അതിഥി ഇരുന്ന് ചിലപ്പോൾ ബോറടിക്കും. അദ്ദേഹം ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ ഈ വരുന്നവരൊക്കെ നിന്ന് പാട്ടുപാടി ബഹളമൊക്കെ വെക്കുമെങ്കിൽ അദ്ദേഹം അതൊന്നും കേൾക്കുന്നില്ല. നമ്മുടെ പ്രേക്ഷകരെ തേടിയിരിക്കുന്ന അതിഥി വ്യത്യസ്തനാണോ അത് ചേരയാണോ മൂർഖനാണോ എന്ന് നമുക്കറിയില്ല. നമ്മൾ പോകുന്നു ആ സ്ഥലത്തേക്ക്, നമ്മുടെ അതിഥിയെ തേടി പോകാം നമുക്ക് ടീമിന് ആ സ്ഥലത്തേക്ക്. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. പക്ഷേ എനിക്ക് തോന്നിയിരിക്കുകയാണ്, പുള്ളി എന്നെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് 5-6 കല്ല് കൂട്ടി വെച്ചിരിക്കുന്ന കല്ലിനകത്തിരിക്കുന്നു. ഇവിടെയുള്ള ആൾക്കാർക്ക് ഇതാണ് കല്ലെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു, ഇപ്പോഴാണ് അറിയുന്നത്. അത് സന്തോഷമുണ്ട്. കാരണം ഇത് യഥാർത്ഥത്തിൽ ഇതിനെ പിടിക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊരു വേക്കൻ്റ് പറമ്പാണ്, ഒഴിഞ്ഞു കിടക്കുന്നൊരു പറമ്പാണ്. പാമ്പുകളെ പറമ്പിലെങ്കിലും ജീവിക്കാൻ നമ്മൾ അനുവദിക്കണ്ടേ? അതില്ല. ഈ ഒരു നിവൃത്തിയില്ല ഈ ആൾക്കാരെ. കാരണം പാമ്പുകളെ പറമ്പിൽ കാണുന്ന പാമ്പിനെയും പിടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. എന്തായാലും കമ്പ് മാളത്തിലേക്ക് കിട്ടുമ്പോൾ മാളം ഒത്തിരി ചുറ്റിക്കറങ്ങി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കെന്തായാലും ഈ കെട്ടിലേക്കല്ല, പാറക്കെട്ടിലേക്കല്ല എന്നുള്ളൊരു സമാനമുണ്ട്. കാരണം ആ സ്ഥലത്തല്ല മാളം കാണുന്നത്, മാളം ഇങ്ങോട്ടാണ് മാളം കിടക്കുന്നത്. നമുക്ക് എന്തായാലും കുറച്ച് ഇരുന്ന് പണി ചെയ്യേണ്ടതുണ്ട്, നമുക്ക് നോക്കാം. ഇപ്പോൾ വിളിച്ചവരെയും
കാണുന്നില്ല. മൺവെട്ടി വെച്ചപ്പോൾ മൺവെട്ടി എടുക്കാനും ആളില്ല. ഇതാണ് ഒരു അവസ്ഥ. പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ ഒരു സാധനം എടുക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വിളിക്കുമ്പോൾ സാറിന് ഒഴിവാണ്. ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. രണ്ടാമത്തെ പ്രാവശ്യം വിളിക്കുമ്പോൾ നമ്മൾ പറയും നമ്മുടെ സ്ഥലത്തില്ല എന്ന് തന്നെ പറഞ്ഞ് ഒഴിയും. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളെന്തെങ്കിലും ഒരല്പം കൂടി ഈ ഹോള് ഒരല്പം കൂടി ഒന്ന് വെട്ടി നോക്കേണ്ടത്. നോക്കിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇത്രയേ ഉള്ളൂ അകലം. ഇത് നേരെ ആ കട്ടിലേക്കാണ് ആ ഹോള് പോകുന്നത്. എന്തായാലും ഇനി നമ്മുടെ നാട്ടുകാരെങ്കിലും വെട്ടിയാൽ മാത്രമേ ഇതിന് നമുക്ക് നാട്ടുകാർ സഹായിച്ചാൽ മാത്രമേ നമുക്കിനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. നമ്മളെന്തായാലും ആ അതിഥിയെ കണ്ടു. നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ അതിഥിയെ പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം പള്ളിക്കടുത്തുള്ള ദൗത്യം പാഴായില്ല. കാരണം പാഴായി പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം പാറക്കെട്ടിൻ്റെ അടുത്താണ്. പക്ഷേ ആ ഹോൾ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ വെട്ടി അടച്ചുകൊണ്ടായിരിക്കും. ഇപ്പുറത്ത് നല്ല ആഴത്തിലേക്കൊരു ഹോൾ വന്നത്. അതിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി നമ്മൾ അപ്പുറം വെട്ടി അടച്ചുകൊണ്ടായിരിക്കും ഇത് അങ്ങോട്ട് രക്ഷപ്പെട്ട് പോകാത്തത്. ആ ഹോളിനകത്തോട്ട് പോയെങ്കിൽ ഇദ്ദേഹത്തിനെ കിട്ടാൻ പോകുന്നില്ല. പക്ഷേ എന്തായാലും അധികം പ്രായക്കൂടിയ അതിഥിയല്ല ഇദ്ദേഹത്തിന് 4 വയസ്സോളം മാത്രമേ പ്രായമുള്ളൂ. പക്ഷേ പ്രായത്തിൻ്റെ ഇവിടെ ഒരു എറിയുടെയോ മറ്റെന്തോ ഒരു വലിയൊരു മുറിവുണ്ട്. അത് ഹീലായി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം, ഇദ്ദേഹത്തിന് ദേഹത്ത് മുറിവുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം കൂടുതൽ കടിക്കാനുള്ള കടിക്കണമെന്നുള്ള ടെൻഡൻസി മാത്രമേ ഉള്ളൂ. അല്ല അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട്ഷിപ്പിന് അദ്ദേഹം എന്തായാലും ഫ്രണ്ട്ഷിപ്പ് ആവുന്നില്ല. ഫീമെയിൽ മൂർഖൻ പാമ്പ് തന്നെയാണ് ഇദ്ദേഹം. ആണല്ല, പെണ്ണാണ്. പക്ഷേ ഉദ്ദേശം 4 അടിയിലേറെ നീളം മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് അത്യപൂർവം, ഇവിടെ അപൂർവം എന്ന് പറയാൻ കഴിയില്ല. കാരണം പാറ ഇടി ഉള്ളതുകൊണ്ട് ഇതിനകത്ത് പാമ്പിരുന്നാൽ അറിയാൻ കഴിയില്ല. സാധാരണ നമ്മളൊരു പാറ പൊളിക്കുമ്പോൾ ഒരു പാറക്കെട്ടിനകത്ത് ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ പാറ പൊളിക്കുമ്പോൾ അതിനകത്ത് 6 പാമ്പുകളുണ്ടായിരുന്നു, 6 മൂർഖൻ പാമ്പുകളുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഇത്തവണ ഈ വർഷം അങ്ങനെ വ്യത്യസ്തമായ അതിഥികളെ നമുക്ക് കിട്ടിയിട്ടില്ല. ഏകദേശം ഒരു മാളത്തിൽ നിന്ന് 2ഉം ഒരു മാളത്തിൽ നിന്ന് ഒരു സ്ഥലത്ത് 3, 4 അണലിയൊക്കെ മാത്രമേ നമുക്ക് കിട്ടിയത്. ഇതെന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. കോട്ടയം ജില്ലയിൽ കൂത്രപ്പള്ളിക്കടുത്ത് നമ്മൾ പിടികൂടിയ 4 വയസ്സിനടുത്ത് 4 വയസ്സോളം മാത്രം പ്രായം വരുന്ന ഫീമെയിൽ മൂർഖൻ പാമ്പ് അഥവാ സർപ്പം എന്നറിയും. പക്ഷേ ഇദ്ദേഹത്തിന് നമുക്ക് അധികം വെച്ച് കളിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം പത്തി എടുക്കാൻ അദ്ദേഹത്ത് മുറിവുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം അഗ്രസീവ് ആകാത്തത്. പെട്ടെന്ന് കടിക്കണമെന്നുള്ള ചിന്ത മാത്രമല്ല, പത്തി എടുക്കാനുള്ള ഒരു ടെൻഡൻസി അദ്ദേഹത്തിൽ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് മൂർഖന്മാരെ സർപ്പം എന്നറിയപ്പെടുന്ന അതിഥികളെ പരിചയപ്പെട്ടതാണ്. ഇദ്ദേഹത്തിന് നമുക്കറിയാം, ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ ഒരുപാട് പ്രാവശ്യം കാണുക. പാമ്പുകൾ ആടുന്നത് ഒരിക്കലും മകുടിയുടെ നാദം കേട്ടിട്ടല്ല, മകുടി ഇങ്ങനെ ചലിക്കുന്നത് കൊണ്ടാണ് ഇവ ആടുന്നത്.
ലോകമുള്ളിടത്തോളം പാമ്പിനെ ഊതി പിടിക്കാൻ കഴിയില്ല, ഊതി കളിപ്പിക്കാൻ കഴിയില്ല. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഗ്രാമങ്ങളിലാണ് ഇങ്ങനെ പറ്റിക്കുന്നത്. ഗ്രാമവാസികളെ അല്ലെങ്കിൽ സാധാരണ ആൾക്കാരെയാണെന്ന് മറ്റ് മറുനാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ പറഞ്ഞ് പറ്റിക്കുന്നത്. ലോകത്തൊരിക്കലും പാമ്പിനെ ഊതി പിടിക്കാൻ കഴിയില്ല എന്നും ഊതി കളിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള മനസ്സിലാക്കുക. മകുടി ഇങ്ങനെ ചലിപ്പിക്കുന്നത്, മകുടി പാമ്പാട്ടികൾ പാമ്പിൻ്റെ മുന്നിൽ മകുടി ഇങ്ങനെ ചലിപ്പിക്കുന്നത് കൊണ്ടാണ് അത് ആടുന്നത്. അതുപോലെയല്ല, അതുമാത്രമല്ല പാമ്പ് 4 ചുറ്റും ആരെയോ തേടുന്നുണ്ട്. ആ തേടുന്നത് എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ എറിഞ്ഞ ആളിനെയോ അടിച്ച ആളിനെയാണ് തേടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പാമ്പിനെ ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ, പാമ്പിനെ തേടുന്നത് ചുമ്മാ ബാലൻസ് പോകാൻ ശ്രമിക്കുക, അല്ലാതെ തേടുന്നതല്ല ആരെയും. ഇനി ചിലപ്പോൾ നാളെ ഈ പ്രോഗ്രാം കണ്ടാലും പറയും ബാബാശ്രീ പാമ്പ് എറിഞ്ഞ ആളിനെ തേടി വന്നു എന്നൊക്കെ പറയേണ്ടത്. ഇതൊക്കെ കഥകളാണ്. പാമ്പിന് പകയില്ല എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കണം. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് മൂർഖന്മാരെ പരിചയപ്പെട്ടത് കൊണ്ടായിരിക്കാം ഞാൻ അധികം ഇദ്ദേഹത്തിന് ഞാൻ അധികം കളിക്കുന്നില്ല, അധികം പരിചയപ്പെടുത്തുന്നില്ല. അതുമാത്രമല്ല, ഇപ്പോഴാണ് അദ്ദേഹം എൻ്റെ കയ്യോട് ഒരല്പം ഒന്ന് ഇണങ്ങിയത്. അങ്ങനെ ഇണങ്ങിയെങ്കിലും അദ്ദേഹം കടിക്കാനുള്ള സൈഡാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. എന്തായാലും നമ്മുടെ കോട്ടയം ജില്ല കൂത്രപ്പള്ളിയുടെ അടുത്ത് ഈ ഇസംപടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അതിഥിയെ പിടികൂടി. കിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചു, കാരണം അത്രയ്ക്ക് ഒരു മാളമായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ടായിരിക്കാം അത് കിട്ടി. കാരണം ഈ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര ഇത്രയും ദൂരം യാത്ര ചെയ്തുകൊണ്ടായിരിക്കും അദ്ദേഹം സൈലൻ്റായിട്ട് അതിനകത്തിരുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം ഈ അതിഥിയെ കിട്ടുക മാത്രമല്ല, ഒരു ഗ്രാമ അന്തരീക്ഷത്തിൽ വരാനും കഴിഞ്ഞു. കുറച്ച് ദിവസമായി പണി ചെയ്തിട്ടൊക്കെ ഉറക്കുളച്ചിൽ മാത്രമല്ല പണിയാനുള്ള ഒരു അവസരം ഇന്ന് കിട്ടി. അതിലും സന്തോഷം. കാരണം പഴയ എൻ്റെ ഓർമ്മ എന്ന് വെച്ചാൽ പഴയ ജീവിതത്തിൽ ജനിച്ച് വളർന്ന് പോകേണ്ടിരുന്ന ആ ചെയ്ത പണിയൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല. അതുകൊണ്ട് ആ പണി തന്നെ വീണ്ടും ഇന്ന് ചെയ്യേണ്ടി വന്നു. വളരെ സന്തോഷം. ഈ നല്ലവരായ നാട്ടുകാരോട് നമ്മൾ യാത്ര പറയുന്നതിന് മുന്നേ നമുക്ക് ഇനിയും ഒരുപാട് വ്യത്യസ്തരായ അതിഥികളെ തേടി യാത്ര ചെയ്യേണ്ടതുള്ളത് കൊണ്ടും നമ്മുടെ പ്രോഗ്രാമിലൂടെ, നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലൂടെ നമ്മുടെ പ്രേക്ഷകരെ ബോധവൽക്കരിക്കാനുള്ളത് കൊണ്ടും എനിക്ക് എൻ്റെ കോട്ടയം നിവാസികളോട്, എൻ്റെ ഇവിടുത്തെ ഈ നിൽക്കുന്ന ആളുകൾക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, പാമ്പുകളെക്കുറിച്ച് ഒരുപാട് കഥകൾ ചമയ്ക്കുന്നുണ്ട് നിങ്ങളുടെ ജില്ലയിലും അടുത്ത ജില്ലകളിലുമൊക്കെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നിയത്, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ കോട്ടയം ജില്ലയിൽ, കോട്ടയത്തിന് അടുത്തുള്ള ഇടുക്കി ജില്ലയിൽ ഒരു പാമ്പിനെ JCB വെച്ച് പിടിക്കുന്നതിനിടയിൽ അത് വിഷം ചീറ്റി, കണ്ണിൽ ചീറ്റി എന്നൊക്കെ ഒരു വാർത്ത വായിക്കുകയുണ്ടായി. ലോകത്ത്, നമ്മുടെ ഭാരതത്തിൽ വെനം സ്പ്രേ ചെയ്യുന്ന, വിഷമെന്നല്ല വെനം സ്പ്രേ ചെയ്യുന്ന, ആ പത്രത്തിൽ കണ്ട റിപ്പോർട്ട് വിഷമെന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിഷമെന്ന വാക്ക് പ്രയോഗിച്ചത്. ലോകത്തിൽ വെനം സ്പ്രേ ചെയ്യുന്ന പാമ്പുകളെ ഓസ്ട്രേലിയയിലാണ് കണ്ടുവരുന്നത്, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലാണ് കണ്ടുവരുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കണം. അല്ലാതെ നമ്മുടെ കേരളത്തിലോ നമ്മുടെ ഭാരതത്തിലോ വെനം സ്പ്രേ ചെയ്യുന്ന പാമ്പുകളില്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കണം. പാമ്പിൻ്റെ വെനമെന്ന് പറയുന്നത്, ഇന്ത്യയിലുള്ള പാമ്പുകൾ ദഹന ഗ്രന്ഥിയിലാണ് വെനം ശേഖരിക്കുന്നത്. അത് സ്പ്രേ ചെയ്യാൻ കഴിയില്ല. കടിച്ച് മുറിവേറ്റാൽ മാത്രം, ആ മുറിവിൽ കൂടി മാത്രമേ ആ വെനത്തിനെ നമ്മുടെ ശരീരത്തിൽ കടത്തിവിടാൻ കഴിയുള്ളൂ എന്നുള്ളത് അറിയണം. അതുപോലെ നമ്മുടെ കേരളത്തിൽ കരിമൂർക്കൻ പാമ്പ് അഥവാ ബ്ലാക്ക് കോബ്ര ഇല്ല എന്ന് മനസ്സിലാക്കണം. കാരണം ബ്ലാക്ക് കോബ്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വയറ്റിൻ്റെ അടിയിൽ ബ്ലാക്കാണ്, മുകൾവശത്ത് അതിൻ്റെ ശരീരത്തിൻ്റെ മുഴുവനും ബ്ലാക്കാണ്. ഇവിടെ ചില ആൾക്കാർ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മളിവിടെ കണ്ടുവരുന്ന കോമൺ കോബ്ര ഇതുപോലത്തെ പാമ്പുകളുടെ ഫോട്ടോ എടുത്തിട്ട് വെച്ചതിന് ശേഷം അതിനെ കരിമൂർക്കൻ എന്ന് എഴുതി പിടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, കരിമൂർക്കൻ പാമ്പിൻ്റെ ഒരു പ്രത്യേകത ശരീരം മുഴുവനും കറുപ്പാണെന്നുള്ളത് മറന്നു പോകാതിരിക്കുക. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അടുത്ത ഒരു അതിഥിയെ, വ്യത്യസ്തനായ അതിഥിയെ തേടിയുള്ള യാത്ര ചെയ്യേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ ഈ കോട്ടയം ജില്ലയിൽ ഈ കൂത്രപ്പള്ളിക്ക് അടുത്തുള്ള നമ്മുടെ നല്ലവരായ നാട്ടുകാരോട്, ഈ ഗ്രാമത്തിലെ എല്ലാ നല്ലവരായ നാട്ടുകാരോടും യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്, വ്യത്യസ്തനായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക്ക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.